ഇംഗ്ലീഷിലൂടെ അറബിയൊക്കെ സംസാരിക്കട്ടെ. അപ്പോഴും ഞാനിങ്ങനെ മിണ്ടാതിരിക്കുമായിരുന്നു. കാരണം എനിക്ക് അറബി അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന സമയത്ത് ബോസിന് ഇങ്ങനെ മനസ്സിലായില്ല. പിന്നെ റിപ്പീറ്റേഷൻ ബോസ് ഇംഗ്ലീഷ് സംസാരിക്കും. ബോസിനാണെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് അറിയുള്ളൂ. എന്നാൽ പോലും അത് വെച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കും എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും ബോസ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്നോട് സംസാരിക്കാത്ത ടൈം ബാക്കി എല്ലാ ടൈമും ബോസ് അറബി മാത്രമാണ് സംസാരിക്കാറുള്ളൂ. അങ്ങനെ ഞാൻ അവിടുത്തെ കാര്യങ്ങൾ ആദ്യത്തെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ പെൻഡിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ കുറേയൊക്കെ ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോലും അവിടെ എല്ലാവരും അറബി സംസാരിക്കുന്നത്. അപ്പം എൻ്റെ ടീമിലുള്ള എല്ലാവരും അറബി സംസാരിക്കുമ്പോൾ എനിക്ക് ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ആദ്യത്തെ മാസങ്ങളിൽ കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ വിചാരിച്ചത് പിന്നെ ബെറ്റർ വേറെ ജോബ് നോക്കാം. ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലൊക്കെ പറയാൻ തുടങ്ങി, അറബി ആണെങ്കിൽ വേറെ ജോബ് നോക്കിക്കോ, അങ്ങനത്തെ ഒരു ടോപ്പിക്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അർജൻസി ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് അവർക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് ഇംഗ്ലീഷായിട്ടോ. പിന്നെ ഓഫീസിലധികം ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നു. പിന്നെ അവർ പേഴ്സണലി അറബി സംസാരിക്കും, അല്ലാതെ നോർമലി ഒരു ഓഫീസ് വർക്കിൻ്റെ കാര്യമൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും. അങ്ങനെയായിട്ട് അങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മാസം എൻ്റെ പെൻഡിങ് വർക്കൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു മാസം കഴിഞ്ഞ സമയത്ത് ഞാൻ എല്ലാവരുമായിട്ട് ഫുൾ കണക്റ്റായി. പിന്നെ എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു, എല്ലാം ഓക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോഴാണ് എന്താ പറയുക, കുറേ മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു, ഒരു ഇഷ്യൂ ഇല്ല. കാരണം നമ്മുടെ മൈൻഡിൽ ഒരു ജോബിന് പോകുന്നതിനൊരു ഫീലിങ്സ് എന്താ പറയുക, അത്രയും ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഒരു ഹാർഡ് വർക്കോ ഒരു സ്ട്രഗിളിങ്ങോ ഒന്നും ഇല്ലാത്തൊരു എന്താ പറയുക, നമുക്ക് ഓഫീസിൽ പോയാൽ ഇത്രയും വർക്കുണ്ട്, അത് ഡെയിലി തീർക്കണം എന്നല്ലാതെ വേറെ ഒരു ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു കമ്പനിയിൽ ഞാൻ അത്രയും കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും പിന്നീട് കുറച്ച് മാസം കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു ഓഫീസ് ചേഞ്ച് ആക്കുന്നൊക്കെ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവിടുത്തെ ടൈമിങ്ങും അടിപൊളിയാണ്, പാക്കേജിങ്. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്നൊരു ലീവും കാര്യങ്ങളും വേണമെങ്കിൽ ഇപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു 1 വീക്ക് ലീവ്. പെട്ടെന്ന് ഞാൻ വീടൊക്കെ എടുത്ത് എനിക്കൊന്ന് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് വീടും കാര്യങ്ങളൊക്കെ എടുത്തതും ഒക്കെ. അപ്പം ഞാനിങ്ങനെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യം ഒരു 3 വർഷമൊക്കെ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആയ സമയത്ത് എനിക്ക് ആദ്യത്തെ മാസമൊന്നും മനസ്സിലാവുന്നില്ല, ഒരു പിടി ഉണ്ടായിട്ടില്ലായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ സംസാരം പോലും അറബി ആയതുകൊണ്ട് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഭയങ്കര അതിനേക്കാൾ സ്ട്രഗിളിങ് ആയിരിക്കുന്നു. പക്ഷേ ഒരു മാസത്തിൽ എനിക്ക് തോന്നുന്നു 1 മാസത്തിനുള്ളിൽ തന്നെ എല്ലാവരുമായിട്ട് കണക്റ്റായി, എല്ലാം സെറ്റായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ വർക്ക് ചെയ്യാൻ. നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയൊക്കെ ആയിരുന്നു അവിടുത്തെ ബോസും കാര്യങ്ങളൊക്കെ. കാരണം അത്രയും ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ബോസിൻ്റെ അടുത്ത് ഇതുവരെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അത്രയും കൂളായി, അത്രയും നമ്മളോടൊക്കെ നമ്മുടെ കാര്യങ്ങളും കൂടെ ചോദിച്ച് മനസ്സിലാക്കി, നമുക്ക് എന്ത് ഇഷ്ടം അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ അതുപോലും ചോദിക്കാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ കൂടുതലൊക്കെ ആയ സമയത്തൊക്കെ എൻ്റെ പെട്ടെന്ന് ലീവ് വേണമെന്നൊക്കെ പറഞ്ഞപ്പം ഓക്കെ പോയിക്കോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ടിക്കറ്റും കാര്യങ്ങളൊക്കെ കമ്പനി സൈഡിൽ നിന്നാണ് എടുത്തു തന്നതെല്ലാം. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മളെ കൂടെ എന്താ പറയുക നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതെന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ ഞാൻ അവിടെ വർക്ക് ചെയ്തു. 1 ഇയറും എനിക്ക് ഇതുവരെ ഈ ഒരു ടൈമാണെങ്കിൽ പോലും എൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്ക് വർക്ക് പരമായിട്ടോ കമ്പനി പരമായിട്ടോ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ആ ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എന്താ പറയുക, അവരുടെ കൂടെ വർക്ക് ചെയ്യാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ജനുവരി ഫെബ്രുവരി മന്തൊക്കെയാണ് നമ്മളിങ്ങനെ ഓഫീസ് ചേഞ്ച് ആവുന്നതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. അതേ സമയത്ത് മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോഴും എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാനും എന്താ പറയുക, ഇപ്പോൾ ചേഞ്ച് ആക്കുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യുന്നുള്ളൊരു മൈൻഡായിരുന്നു. ഞാൻ അത് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. പറയുമ്പോഴും എനിക്ക് വിഷമമായിരുന്നു. ഇപ്പോൾ ബോസ് ആണെങ്കിലും ആ ഒരു ടോപ്പിക്ക് വരുമ്പോൾ ഒരു ആൻസർ എടുക്കാൻ പറ്റാത്തായിരുന്നു. കുറേ എന്നെ വിളിച്ചു. പിന്നെ അവിടത്തേക്ക് ഇപ്പോൾ വേറെ കൺട്രിയിലോട്ടാണ് ഓഫീസ് മാറ്റാൻ പോകുന്നത്, അപ്പം അവിടത്തേക്ക് ചേഞ്ച് ആകാമെന്നൊക്കെ. പക്ഷേ എനിക്കത് മൈൻഡ് കൊണ്ട് പെട്ടെന്ന് ആ ഒരു ഓഫീസും ജോബിനോടുള്ള ഇഷ്ടം കൊണ്ട് മാറുന്നേക്കാൾ ബെറ്റർ UAE തന്നെ ബെസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും ഇവിടെ തന്നെ നിന്നത്. അപ്പം എന്താ പറയുക, ലാസ്റ്റ് മീറ്റിങ്ങിൻ്റെ സമയത്ത് മീറ്റിങ്ങൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓഫീസ് ചേഞ്ച് ആവുമെന്ന് പറഞ്ഞാൽ എന്നാലും എനിക്കൊരു 3 മാസം ടൈം വന്നു കേട്ടോ.
അപ്പോൾ ഈ 3 മാസത്തിലാണ് ഞാൻ ഡിസിഷൻ എടുക്കേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോഴും ഞാൻ 3 മാസത്തിൽ ഇപ്പം ഓക്കെ നമ്മൾക്കിപ്പോൾ വേറൊരു കമ്പനിയിലോട്ട് ഇപ്പോൾ ചേഞ്ച് ആവാം, വേറൊരു കൺട്രിയിലോട്ട് പോകാമെന്നൊക്കെ ഇങ്ങനെ സ്റ്റക്കായിരുന്നു. 2 മൈൻഡിൽ ഇങ്ങനെ ഡബിൾ മൈൻഡായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ വീഡിയോ നെക്സ്റ്റ് ഡേ ഇടാം. ഓക്കെ, ബൈ ബൈ.